ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്ന് ടാറ്റ ഇൻഡിക്ക വിസ്റ്റ ക്വാഡ്രാജെറ്റ് ഡീസൽ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് ഫിയറ്റിൻ്റെ 1.3 മൾട്ടി ജെറ്റ് എഞ്ചിനാണ് ഇതിൽ വരുന്നത്. ഫിയറ്റ് പൂണ്ടോ, ലീനിയ, അതുപോലെ തന്നെ സ്വിഫ്റ്റ്, റിക്സ് ഡീസൽ മോഡലിലൊക്കെ ഈ എഞ്ചിൻ വന്നിട്ടുണ്ട്. ടാറ്റയുടെ തന്നെ വിസ്റ്റ ക്വാഡ്രാജെറ്റ് അല്ലെങ്കിൽ മൻസ ക്വാഡ്രാജെറ്റ് എന്ന് പറയുന്ന ഈ എഞ്ചിനാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് T45 സൈസിലുള്ള ഒരു ഫ്ലവർ ടൈപ്പ് ടൂൾ നമുക്ക് വേണം. ഇത് നമ്മൾ ഓൺലൈനിലോ അല്ലെങ്കിൽ ഷോപ്പിലോ ഒക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഓയിൽ ഫിൽറ്ററിൻ്റെ കവർ അഴിക്കുന്നതിന് വേണ്ടി 27 സൈസിലുള്ള ബോക്സ് അല്ലെങ്കിൽ T സ്പാനർ നമുക്ക് എന്തായാലും വേണം. അപ്പോൾ ഇതും നമുക്ക് ടൂൾ ഷോപ്പിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് നമ്മൾ ഓയിൽ അഴിച്ചു വിടുന്നതിന് മുന്നേ തന്നെ ഈ ഒരു ഫിൽറ്ററിൻ്റെ കവർ അഴിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. കാരണം ഇതൊരു പ്ലാസ്റ്റിക് ടൈപ്പാണ്. ഇത് അഴിക്കാൻ പറ്റിയില്ല, ടൈറ്റ് ആണെങ്കിൽ പൊട്ടിപ്പോകും. അപ്പോൾ നമ്മുടെ ഈ മാറാൻ സ്പെയർ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഓയിൽ ചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ കേസിൽ ഇപ്പോൾ അത് എന്തായാലും ലൂസായി വന്നിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇതിന് പുതിയനെ കണ്ട 200 രൂപയൊക്കെ ആവറേജ് വില വരികയുള്ളൂ. അപ്പോൾ എന്തായാലും ഇവിടം കൂടെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അതേപോലെ എൻജിൻ ഓയിൽ അഴിച്ചു വിടുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രാവിലെ തണുത്ത് കിടക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഈ ഒരു ഡ്രെയിൻ നെറ്റ് ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്ത് വെച്ച ശേഷം വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിടുക. അങ്ങനെ ഒരു 5 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട ശേഷം നമ്മൾ ഡ്രെയിൻ നെറ്റ് ഫുള്ള് ലൂസ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഓയിൽ നല്ല വെള്ളം പോലെങ്കിൽ ഫുള്ള് വരും. അല്ല എങ്കിൽ തണുത്ത് കിടക്കുന്ന സമയത്ത് ഓയിൽ മാറുമ്പോൾ ഓയിലിൻ്റെ സമ്പിന് അടിവശത്തൊക്കെ കുറച്ച് ഓയിൽ ഇങ്ങനെ ഒരു അങ്ങനെ പറ്റിപ്പിടിച്ച് കിടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഈ വിസ്റ്റ ക്വാഡ്രാജെറ്റ് വണ്ടിക്ക് ലെഫ്റ്റ് സൈഡിൽ ജാക്കി വെച്ചൊന്ന് പൊക്കിക്കഴിഞ്ഞാൽ, ലെഫ്റ്റ് സൈഡ് ഒന്ന് ചെറുതായിട്ട് പൊക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഓയിൽ ഇറങ്ങി വരുന്ന നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു 2 കാര്യം ശ്രദ്ധിക്കാൻ നല്ലതാണ്. നമ്മളിപ്പോൾ ഓട്ടോ ഒക്കെ ഓടി വന്ന വണ്ടിയാണെങ്കിൽ ഓയിൽ കുറച്ച് ചൂടായിട്ടായിരിക്കും, ആ സമയത്ത് കുഴപ്പമില്ല. അല്ല എങ്കിൽ നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട ശേഷം മാത്രം ഓയിൽ ഡ്രെയിനിട്ട് അഴിക്കുക. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഓയിൽ ഡ്രെയിനിട്ട് വരുന്നത് ഈ ഒരു ടൈപ്പിലാണ്. ഇതിൻ്റെ ത്രെഡ് പോയിട്ടുണ്ടെങ്കിൽ ഇത് മാറ്റി കൊടുക്കണം. ഇതിന് അറൗണ്ട് ഒരു 100 റുപ്പീസൊക്കെ റേറ്റ് വരത്തുള്ളൂ. അതേപോലെ ഫിൽറ്റർ വാങ്ങുമ്പോൾ ഇങ്ങനെ ഒരു ഓറിങ് അല്ലെങ്കിൽ വാഷർ ഇൻക്ലൂഡായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു വാഷറും നമ്മൾ കൃത്യമായിട്ട് മാറ്റി കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഫിൽറ്ററിൻ്റെ കവറൊക്കെ ക്ലീൻ ചെയ്ത് ഫിൽറ്റർ ഇടുന്ന കൂട്ടത്തിൽ നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഈ ഫിൽറ്ററിൻ്റെ ചുറ്റുമുള്ള ത്രെഡിൽ ഓറിങ് ഇട്ട് അല്ലെങ്കിൽ ഓറിങ് ഇടുന്നതിന് മുന്നേ ആ ഒരു ത്രെഡിലും ഓറിങ്ങിലും കുറച്ച് പുതിയ എഞ്ചിൻ ഓയിലൂടെ നമ്മളൊന്ന് പുരട്ടി കൊടുക്കുക. അപ്പോൾ അങ്ങനെ പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത തവണ വലിയ ടൈറ്റ് ഇല്ലാതെ ഊരി വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ടൈറ്റ് ചെയ്യുമ്പോൾ ഓവർ ടൈറ്റ് ചെയ്യരുത്. അപ്പോൾ ടാറ്റ റെക്കമെൻഡ് ചെയ്യുന്നത് 3.2 ലിറ്റർ എഞ്ചിൻ ഓയിലാണ്. അതിൽ കൂടുതൽ നമ്മൾ ഓവർഫിൽ ചെയ്യരുത്. കറക്റ്റ് 3.2 ലിറ്റർ എഞ്ചിൻ ഓയിൽ തന്നെ ഒഴിക്കുക. അതേപോലെ കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന ഗ്രേഡ് 15W40 മിനറൽ അല്ലെങ്കിൽ സെമി സിന്തറ്റിക് എഞ്ചിൻ ഓയിലാണ് പറയുന്നത്. പക്ഷെ നമുക്ക് കൂടുതൽ പെർഫോമൻസും കൂടുതൽ സ്മൂത്ത്നെസ്സും ഒക്കെ വേണമെങ്കിൽ, കൂടുതൽ ലോങ് ഓടുന്നവരാണെങ്കിൽ 5W40 ഗ്രേഡിലുള്ള ഫുള്ളി സിന്തറ്റിക് എഞ്ചിൻ ഓയിൽ ഒഴിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ മൊബൈലിലെ സൂപ്പർ 5W40 എന്ന് പറയുന്ന ഓയിൽ വളരെ കാലം ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് വളരെ പെർഫോമൻസ് ചെയ്യുന്നൊരു എഞ്ചിൻ ഓയിലാണ്. അപ്പോൾ ഇത്തവണ മൊബൈൽ 1 എന്ന് പറയുന്ന കുറച്ചുകൂടെ ഒരു പ്രീമിയം അഡ്വാൻസ്ഡ് ഫുൾ സിന്തറ്റിക്കാണ്. അപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് ബ്രാൻഡ് യൂസ് ചെയ്താലും ഈ ഗ്രേഡ് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. നോർമൽ ആണെങ്കിൽ 15W40, അതേപോലെ ഫുൾ സിന്തറ്റിക് ആണെങ്കിൽ 5W40. അപ്പം നമുക്ക് എന്തായാലും എഞ്ചിൻ ഓയിലും ചെക്ക് ചെയ്യാം. എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കാണുന്ന ഡിപ്സ്റ്റിക്കിൻ്റെ അടിവശത്തുള്ള ഗ്രിപ്പുള്ള ഭാഗത്ത് ആ ഗ്രിപ്പിൻ്റെ ടോപ്പിൽ വേണം ഓയിൽ നിൽക്കാൻ. 3.2 ലിറ്റർ കറക്റ്റായിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന ഒരു ഗ്രിപ്പിൻ്റെ മുകൾ ഭാഗത്ത് ഓയിൽ നിൽക്കും. അതേസമയം നമ്മളിപ്പോൾ എഞ്ചിൻ ഓയിൽ വണ്ടിയിൽ കുറവാണെങ്കിൽ ഈ കാണുന്ന ഗ്രിപ്പിൻ്റെ താഴേക്ക് ആ ഓയിൽ താന്ന്, അതായത് ഒരു ഹാഫായിട്ടോ അല്ലെങ്കിൽ ഏറ്റവും താഴെയായിട്ടോ ഒക്കെ ആയിരിക്കും ഓയിൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ലോങ് ഒക്കെ പോകുന്ന സമയത്തും എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യുന്നതിന് മുമ്പ് ഇടയ്ക്കൊക്കെ ഒന്ന് ഓയിൽ ചെക്ക് ചെയ്യാൻ നല്ലതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വണ്ടിയുള്ള കൂട്ടുകാർക്കൊക്കെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുകയാണ്. അപ്പോൾ ഞാൻ ചാനലിട്ട വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതല്ല എങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ലോക്കൽ റൈഡർ കേരള എന്നുള്ള അക്കൗണ്ട് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അതിൽ ജസ്റ്റ് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഫ്രീ ആകുന്ന ടൈമിൽ റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുവരെ വാച്ച് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.